ഗോവിന്ദൻ മാഷിന് മറവി രോഗമുണ്ട്. മറവി രോഗം. 42 വർഷക്കാലം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഈ ഗോവിന്ദൻ മാഷ് നിരവധി പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പരസ്യമായി ഞാൻ ഗോവിന്ദൻ മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കാം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം. മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറവിയിൽ മനഃപൂർവ്വമായ മറവി. അദ്ദേഹത്തിന് രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക്. പിന്നെ ഇല്ലെങ്കിൽ മറവി ഉള്ളതുപോലെ അഭിനയിക്കുക എന്നൊക്കെ പറയാം. ഇതൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. 42 വർഷക്കാലം തോളയിൽ വെച്ചുകൊണ്ട് നടന്നാണ് ജമാഅത്ത് ഇസ്ലാമി. അന്ന് അവരിതെല്ലാം പറഞ്ഞതാണ്. അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അന്ന് അവരെപ്പറ്റി ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഉണ്ടല്ലോ, അല്ലെ, സർക്കുലേഷനിലുണ്ടല്ലോ. ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയത് സർക്കുലേഷൻ. അതെങ്ങനെ പെട്ടെന്ന് മറക്കുന്നത്? ഞങ്ങൾക്ക് അവർ പുറത്തു നിന്നൊരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അതെങ്ങനെ പെട്ടെന്ന് അവർ വർഗീയവാദികളാവുന്നത്? അതേവരെ 42 കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു അവർ.